ഹലോ, വെൽക്കം ടു അവർ കൊച്ചു ചാനൽ. നമ്മളിപ്പോൾ ഊട്ടിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സ്ഥലങ്ങൾക്ക് പുറമെ മറ്റൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഊട്ടിയെ പോലെ തന്നെ നമുക്ക് സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയാത്ത മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. അവലാഞ്ചി എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ നിന്നും 22 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടത്. സഞ്ചാരികൾക്ക് വളരെയധികം ആസ്വാദ്യകരമായ കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ തേയിലത്തോട്ടങ്ങൾക്ക് പുറമെ നിരവധി കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ക്യാരറ്റ് കൃഷിയാണ് മെയിനായും അവിടെ ഉണ്ടായിരുന്നത്. നല്ല പച്ചപ്പണിഞ്ഞ മലനിരകളും കൃഷിത്തോട്ടങ്ങളും അതിനിടയ്ക്കായി ചെറിയ ചെറിയ വീടുകളും ഒക്കെ മനസ്സിന് വളരെയധികം കൗതുകം തരുന്ന കാഴ്ചകളായിരുന്നു. ഇതിനൊക്കെ ഒത്ത നടുവിലായി എമറാൾഡ് ലേക്കിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയുടെ കുറച്ച് ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. കുറേയേറെ നേരം അവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് സമയം ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്നും യാത്ര തിരിച്ചു. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അവലാഞ്ചി ലേക്കിന് സമീപമാണ്. ഈ കാണുന്ന ചെറിയ ഒരു പൈൻ ഫോറസ്റ്റിൽ കൂടിയാണ് അവലാഞ്ചി ലേക്കിന് സമീപത്തേക്ക് പോകേണ്ടത്. ഈ കാണുന്ന തടിപ്പാലത്തിൽ കൂടി കയറി അപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാൽ ലേക്കിന് സമീപമെത്തി. വീഡിയോയിലൂടെ കാണുമ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ സൗന്ദര്യം എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല.
പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് വന്ന് നേരിൽ കാണാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. സഞ്ചാരികൾ തീരെ കുറവായിരുന്നു ഈ സ്ഥലത്ത്. അതിന് കാരണം ഊട്ടിയിൽ വരുന്നവരൊക്കെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു മണിക്കൂറോളം നേരം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസുമൊക്കെ എടുത്ത് അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് കോടനാട് വ്യൂ പോയിൻ്റ് കാണുന്നതിനാണ്. നമ്മളീ കടന്നു പോകുന്നത് കോടനാട് എസ്റ്റേറ്റിൽ കൂടെയാണ്. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ അവധിക്കാല വസതി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ അവലാഞ്ചയിലോട്ട് പോയ അതേപോലെ തന്നെയാണ് ഇങ്ങോട്ടുള്ള റോഡും. വളരെ തിരക്ക് കുറവാണ്. ഞങ്ങൾ അങ്ങനെ കോടനാട് എത്തിയിരിക്കുന്നു. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേയൊക്കെ വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റും. ഇതിന് മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയും വിശാലമായൊരു ഭൂപ്രകൃതിയാണ് കാണാൻ സാധിക്കുന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും പുഴകളും മലകളെ തൊട്ട് തലോടി നിൽക്കുന്ന ആകാശവും എല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണിവിടെ. ഊട്ടിയിൽ വരുന്നവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഇങ്ങോട്ട് വരുവാൻ ബസ് സൗകര്യവും ലഭ്യമാണ്.
അവിടെ തന്നെയുള്ള വാച്ച് ടവറിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ശരിക്കും മറ്റേതോ ലോകത്ത് എത്തിയതുപോലെ ആയിരുന്നു. ഈ പടവുകൾ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ദൃശ്യം ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കുന്നതിനും അതീതമാണ്. രാവിലെയുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേനെ. അങ്ങനെ നമ്മുടെ ഊട്ടി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ഒരുപാട് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. എന്നാലും ഇനിയും ഒരുപാട് ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഈ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങളൊക്കെ ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും പോയി കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ.